നമസ്കാരം. യാത്രാലഹരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിമാചൽ പ്രദേശിലെ നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ ഉത്സവമാണ്. നമ്മുടെ ഗ്രാമത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള ബാലോക് ക്ഷേത്രത്തെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ബാലോക് ക്ഷേത്രത്തിലെ മേളയാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ നമ്മുടെ ഗ്രാമത്തിലിപ്പോൾ ആപ്പിളിൻ്റെ വിളവെടുപ്പ് കൂടിയാണ്. ആദ്യം വിളവെടുപ്പ് കാഴ്ചകളിലേക്ക് പോവാം. എല്ലാവർക്കും യാത്രകളുടെ ഈ ലഹരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രണ്ട് മാസം നീണ്ടുനിന്ന മഴക്കാലത്തിന് ശേഷം സെപ്റ്റംബർ പകുതിയോടെ ഹിമാചലിൽ ടൂറിസം സീസൺ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമത്തിലിപ്പോൾ ആപ്പിളിൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ്. ആപ്പിൾ വിളവെടുപ്പിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിനു മുൻപ് കാണിച്ചിരുന്നു. ആപ്പിൾ പറിക്കുന്നത് മുതൽ പാക്ക് ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കുന്നത് വരെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഹിമാചലിലെ പഹാഡികൾ എന്നറിയപ്പെടുന്ന മലയോരവാസികളുടെ പുറത്ത് ഇതുപോലെ വലിയൊരു ബാസ്ക്കറ്റ് കാണാം. ഹിമാചലി കിൽത്ത എന്നാണ് ഇതറിയപ്പെടുന്നത്. മുൻപ് ഇത് ഈറ്റ കൊണ്ടുള്ളതായിരുന്നു എങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കിൽത്തകളാണ് ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. നമ്മുടെ ആപ്പിളുകളെല്ലാം പാകമായി കഴിഞ്ഞു. സെപ്റ്റംബർ പകുതിയോടെ ഹിമാചലിലെ ആപ്പിൾ വിളവെടുപ്പ് പൂർത്തിയാകും. ഇവിടെ ഗ്രാമത്തിൽ ക്ഷേത്രത്തിലെ മേളയ്ക്ക് മുൻപ് വിളവെടുപ്പ് പൂർത്തിയാക്കാനായി പണിക്കാരെല്ലാം തിരക്കിലാണ്. രാവിലെ വളരെ നേരത്തെയും രാത്രി വൈകിയും പണിത്തിരക്കിലാണ് ജോലിക്കാർ. പലതരത്തിലും പല വിഭാഗത്തിലുമുള്ള ആപ്പിളുകൾ ഗ്രാമത്തിലും നമ്മുടെ തോട്ടത്തിലും കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രേഡ് അനുസരിച്ച് ആപ്പിളിൻ്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. 40 രൂപ മുതൽ 80 രൂപ വരെയാണ് 1 കിലോ ആപ്പിളിന് കർഷകർക്ക് ലഭിക്കുന്നത്. കുളുവിലെ മൊത്ത വിതരണ കേന്ദ്രത്തിലേക്കാണ് സാധാരണ ഗ്രാമീണർ ആപ്പിളുകൾ എത്തിക്കുന്നത്. പറിച്ചെടുത്ത ആപ്പിളുകൾ ഗ്രേഡ് അനുസരിച്ച് വേർതിരിച്ച് പെട്ടികളിലാക്കുകയാണ് അടുത്ത പണി. നാല് ഗ്രേഡുകളായി തിരിച്ചാണ് ആപ്പിളുകൾ പെട്ടിയിലാക്കുന്നത്. പെട്ടികളുടെ പുറത്ത് ആപ്പിളിൻ്റെ ഗ്രേഡ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. സാധാരണ കുളുവിലേക്കാണ് ഗ്രാമീണർ ആപ്പിളുകൾ അയക്കാറുള്ളത്. എന്നാൽ ഈ ആപ്പിളുകൾ ചണ്ഡീഗഡിലേക്കും പഞ്ചാബിലേക്കുമാണ് അയക്കുന്നത്. സെപ്റ്റംബർ വരെ ഹിമാചലിൽ പൊതുവെ മഴക്കാലമാണ്. പക്ഷേ സെപ്റ്റംബർ പകുതിയോടെ ടൂറിസം ഉണർന്നു തുടങ്ങും. സെപ്റ്റംബർ മുതൽ യാത്രാലഹരിയുടെ ഫാം സ്റ്റേയിലും ധാരാളം ബുക്കിംഗ് ഉണ്ട്. ഇവിടെ വരാനും താമസിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരാം. എല്ലാ വർഷവും സെപ്റ്റംബർ പകുതിയോടെയാണ് ബാലോക് ക്ഷേത്രത്തിൽ മേള നടക്കുക. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയാണ് അത്.
ദേവതയുടെ വിഗ്രഹം ഓരോ വീടുകളിലും എത്തിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കുഴൽവിളിയും വാദ്യമേളങ്ങളുമായി ഗ്രാമത്തിലുള്ള എല്ലാവരും ദേവതയെ അനുഗമിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകും. പിന്നീട് ക്ഷേത്രമുറ്റത്താണ് ഇവരുടെ ആഘോഷം. 2 ദിവസം മാത്രമാണ് ദേവതയെ ബാലോക് ക്ഷേത്രത്തിൽ കുടിയിരുത്തുന്നത്. അതിനുശേഷം ദേവതയെ താഴെ മലഞ്ചെരുവിലുള്ള താണ്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. മേളയോടനുബന്ധിച്ച് നടക്കുന്ന കാളകളുടെ പോരാണ് മറ്റൊരു പ്രത്യേകത. ബാലോക് ക്ഷേത്രത്തിന് സമീപം ദേവദാരു വനത്തിൽ പുലർച്ചെയാണ് ബുൾഫൈറ്റ് നടക്കുക. ബാലോക് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേറെ വിസ്താരമേറിയ വഴിയുണ്ടെങ്കിലും പണ്ട് മുതലേ സഞ്ചരിച്ചു വരുന്ന ഊടുവഴികളിലൂടെ ഓരോ വീടുകളിലും ദേവതയെ എത്തിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ദേവദാരു വനത്തിനുള്ളിൽ പുൽമേട്ടിൽ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ഗ്രാമീണരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഉത്സവം. ഇവർക്ക് ഇവിടെ വേറെ ആഘോഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാവരും ദേവതയെ അനുഗമിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തും. ക്ഷേത്രമുറ്റത്തെ കുളത്തിലേക്കാണ് ദേവതയെ ആദ്യം കൊണ്ടുപോകുന്നത്. കുളത്തിൽ നീരാടുന്നതിൻ്റെ പ്രതീകമായി കുളത്തിലെ വെള്ളത്തിൽ പട്ടുതുണി മുക്കി ദേവതയെ 3 തവണ നനയ്ക്കുന്നു. പിന്നീട് ക്ഷേത്രത്തെ 3 തവണ വലം വച്ചതിന് ശേഷമാണ് ദേവതയെ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റുന്നത്. ഉത്സവങ്ങളും പൂരങ്ങളും പെരുന്നാളുകളുമെല്ലാം പണ്ട് മുതലേ എനിക്ക് ഹരമാണ്. എന്തെങ്കിലും കുറച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിലൂടെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ സുഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ജിലേബിയും മധുരപലഹാരങ്ങളും കളിപ്പാട്ടങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. ചൂട് ജിലേബിയും കഴിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ വെറുതെ ഒരുപാട് നേരം അലഞ്ഞു തിരിഞ്ഞു.
കാണാനും കാണപ്പെടാനും ആഗ്രഹിക്കുന്നവരെല്ലാം ഹാജരായിട്ടുണ്ട്. ആരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാതിരിക്കാൻ ക്യാമറ ഓഫ് ചെയ്ത് വൈകുന്നേരം വരെ അവിടെ അലഞ്ഞു തിരിഞ്ഞു. വൈകിട്ട് ഗ്രാമത്തിലെ സ്കൂൾ മുറ്റത്താണ് ആഘോഷം. മലമുകളിലെ സ്കൂളിന് സമീപം ചെറിയൊരു മണ്ഡപമുണ്ട്. വൈകിട്ട് ദേവതയെ അവിടെ എത്തിച്ച് ഗ്രാമീണരെല്ലാം അവിടെ ഒത്തുകൂടും. പിന്നെ പാട്ടും നൃത്തവുമായി അവിടെയാണ് ആഘോഷം. ചിലർ പഹാഡികളുടെ പരമ്പരാഗത വേഷം അണിഞ്ഞിട്ടുണ്ടാവും. പഹാഡികളുടെ ട്രഡീഷണൽ നൃത്തം രസകരമാണ്. പരമ്പരാഗത വസ്ത്രമണിഞ്ഞവരാണ് നൃത്തം തുടങ്ങുക. പിന്നെ ഗ്രാമത്തിലുള്ള ഓരോരുത്തരും ചേർന്ന് വലിയൊരു വൃത്തമായി തീരും. ഇവർക്ക് ഇത് വെറുമൊരു നൃത്തം മാത്രമല്ല, പരസ്പരം കൈകൾ കോർത്ത് പിണക്കങ്ങളും പരിഭവങ്ങളും ഇല്ലാതെ കൂട്ടായ്മയുടെ ആഘോഷം കൂടിയാണിത്. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് ഇവരുടെ ആഘോഷം. പിറ്റേന്ന് പുലർച്ചെയുള്ള ബുൾ ഫൈറ്റിംഗ് കഴിഞ്ഞ് പലരും വീട്ടിലേക്ക് മടങ്ങുകയുള്ളൂ. പകലുകൾ മാത്രമല്ല, മലമുകളിലെ രാത്രികളും സുന്ദരമാണ്. ക്ഷേത്രത്തിന് സമീപം ദേവദാരു വനത്തിലാണ് ബുൾഫൈറ്റ് നടക്കുന്നത്. 6 മണിക്ക് ആരംഭിക്കുന്ന കാളകളുടെ പോര് കാണാൻ 5 മണിക്ക് മുൻപ് തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ നടത്തുന്ന മത്സരമാണ് ഇത്. ചുറ്റും തിങ്ങി നിറഞ്ഞ ആളുകളുടെ നടുവിലാണ് കാളകളുടെ പോര് നടക്കുന്നത്. സുരക്ഷാ വേലിയോ ഒന്നും തന്നെയില്ല. ഏത് നിമിഷവും കാളകൾ കാണികളുടെ ഇടയിലേക്ക് ഓടിക്കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു പലവട്ടം. ഇതാണ് മീരു എന്ന കാള. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാണ് ഇവൻ. ഇവനോടാണ് മറ്റു കാളകൾ ആദ്യം ഏറ്റുമുട്ടേണ്ടത്. ആദ്യത്തെ എതിരാളി ഗോദയിലേക്ക് വരികയാണ്. കൊമ്പെല്ലാം മണ്ണിൽ കുത്തി പോരിന് തയ്യാറായാണ് വരവ്.
പക്ഷേ എതിരാളി നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായതോടെ മത്സരത്തിന് നിൽക്കാതെ ആൾ ഓടിക്കളഞ്ഞു. അടുത്ത മത്സരാർത്ഥിയും രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആദ്യം മീരുവിനെയാണ് ആക്രമിച്ചതെങ്കിലും തിരിച്ചടിച്ച മീരു നിസ്സാരമായി അവനെയും കാട്ടിലേക്ക് തുരത്തി ഓടിച്ചു. പതിനൊന്ന് കാളകളാണ് മീരുവിനോട് മത്സരിക്കാൻ എത്തിയത്. അതിൽ 5 കാളകൾ മാത്രമാണ് പേരിനെങ്കിലും പൊരുത്തിയത്. ബാക്കി 6 പേരും മീരുവിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നമുക്ക് പൂരവും വള്ളംകളിയും എല്ലാം പോലെ തന്നെ അത്രമേൽ ആവേശമാണ് ഇവർക്ക് കാളപ്പോര്. 1 വർഷത്തെ കാത്തിരിപ്പാണ് ഇത്. ഉടമസ്ഥർ ഉന്തിത്തള്ളിവിട്ട പല കാളകളും മീരുവിനെ കണ്ട് തിരിഞ്ഞോടി. അവസാനത്തെ എതിരാളിയും രംഗത്തെത്തിയിരിക്കുകയാണ്. പോരിനുള്ള തയ്യാറെടുപ്പ് കണ്ടപ്പോഴേ ആള് നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായി. ഇരുപത് മിനിറ്റ് പൊരുതി നിന്നെങ്കിലും തോൽവി സംബന്ധിച്ച് അവസാന എതിരാളിയും പിന്മാറിയതോടെ മീരു തന്നെ ഈ വർഷവും ചാമ്പ്യനായി. കാഴ്ചകൾ ഇനിയും ഒരുപാടുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. കാത്തിരിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.